ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫീസ്റ്റ് പെരുന്നാളിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ സെയിൻറ്റ് സെബാസ്റ്റ്യൻസിൻ്റെ പെരുന്നാളാണ് ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്നത്. കുട്ടി കുട്ടി പെരുന്നാളുകളൊക്കെ ഉണ്ട്. എന്നാലും ഇയർലി വരുന്ന മെയിൻ പെരുന്നാൾ എന്ന് പറയുന്നത് സെയിൻറ്റ് സെബാസ്റ്റ്യൻസിൻ്റെ പെരുന്നാളാണ്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി പോവുകയാണ്. തലേദിവസമാണ് കേട്ടോ. തലേദിവസം നൈറ്റും പിറ്റേന്ന് ഡേ ടൈമാണ് നമ്മുടെ പെരുന്നാൾ. അപ്പോൾ പോണ സമയത്ത് കാറിൻ്റെ മുകളിൽ ഫുള്ള് വന്ന് മഞ്ഞ് മൂടിയിട്ടുണ്ട്. നല്ല തണുപ്പും മഞ്ഞും ഉണ്ട് കേട്ടോ. ഞങ്ങളതൊക്കെ ഒന്ന് തുടച്ചിട്ട് പോവാണ്. പിന്നെ ഇത് മെയിൻ സ്റ്റേജിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ മഞ്ഞായതുകൊണ്ട് ഞങ്ങൾ സൈഡിലാണ് ഇരുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊജക്ടർ സ്ക്രീനിൽ നിന്നാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. അത്രയും ക്ലാരിറ്റി ഇല്ല. പിന്നെ ഇന്നത്തെ പേസ്റ്റിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വിൽസൺ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. വിൽസൺ തറയിൽ. അപ്പോൾ ക്രൈസ്റ്റിൽ പഠിച്ചവർക്കും വർക്ക് ചെയ്തവർക്കൊക്കെ നമ്മുടെ അച്ഛനെ അറിയാൻ പറ്റും. അപ്പോൾ ആൾ ഒഫീഷ്യൽ ട്രിപ്പാണ് കേട്ടോ ഇത്. അങ്ങനെ കുർബാനയ്ക്ക് ഇന്ന് കയറിയിട്ടുണ്ട്. സ്റ്റേജിൽ കാണാനില്ല ക്ലിയർ ആയിട്ട്, സൈഡിൽ നിന്ന് എടുക്കാനേ പറ്റുള്ളൂ. അപ്പുറത്ത് ഫുള്ള് ആൾ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ മഞ്ഞും പെയിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കയറി ഇരിക്കുകയാണ്. പിന്നെ പ്രോഗ്രാം കുർബാനയ്ക്ക് ശേഷം അമ്പെടുത്ത് വയ്ക്കലുണ്ടായിരുന്നു. പിന്നെ പ്രോഗ്രാം ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മക്കളുടെ. ഇത് പ്രയർ ഡാൻസാണ്. പിന്നെ അതിനെ ഫോളോ ചെയ്തിട്ട് തന്നെ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ തട്ടുകടി ഉണ്ടായിരുന്നു. അത്യാവശ്യം ഫുഡ് നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തട്ടുകടിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടി അന്ന് രാത്രി തിരിച്ചു പോന്നു. പിന്നെ ഇന്ന് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ബിബ്ലിയയുടെയും പിന്നെ നിറവ് മാഗസിൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള പോയംസും അതുപോലെ കഥകളൊക്കെ എഴുതിയവർക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ പ്രൈസ് കൊടുത്തു. പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ പിന്നെ ആദ്യം പകൽ പെരുന്നാളിന് വേണ്ടിയിട്ട് ഒരുങ്ങേണ്ട വീഡിയോസും കൂടി കാണാവേ. നെക്സ്റ്റ് ഡേ രാവിലെ കസേരയൊക്കെ അറേഞ്ച് ചെയ്യാൻ സർവീസ് മിനിസ്ട്രിക്കാർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. നല്ല മഞ്ഞുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നേരത്തെ ശേഷം വെയിൽ ഉദിച്ചു, മഞ്ഞൊക്കെ മാറി നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പെരുന്നാൾ കഴിയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാറ്റോ തണുപ്പോ ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെ കുറച്ച് ക്ലീനിങ് വർക്കും സാധനങ്ങൾ എടുത്തു വയ്ക്കലും ഫുഡ് കൗണ്ടേഴ്സ് റെഡിയാക്കലും ഒക്കെ കഴിഞ്ഞ് അതൊക്കെ തിരിച്ച് ഏൽപ്പിക്കണേൻ്റെ ആ സമയമൊക്കെ ആയപ്പോൾ അത്യാവശ്യം തണുപ്പും കാറ്റും ഒക്കെ വന്നായിരുന്നു. അങ്ങനെ ഇത് നമ്മുടെ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന തിരുശേഷിപ്പാണ് കേട്ടോ. ഒറിജിനൽ തിരുശേഷിപ്പാണ്. അപ്പോൾ ഇത് നമ്മുടെ ഓൾട്ടറിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ മുത്തി അമ്പെടുത്ത് വെച്ചു. കഴിഞ്ഞ വർഷങ്ങൾ തലേദിവസമാണ് കേട്ടോ എടുത്ത് വെച്ചത്. പക്ഷേ ഇപ്രാവശ്യം മഞ്ഞൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ഡേ പെരുന്നാളിൽ അന്ന് ആണ് കേട്ടോ അമ്പെടുത്ത് വെച്ചത്. അപ്പോൾ ഇതാണ് പ്രോഗ്രാമിൻ്റെ. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ പെരുന്നാളും ഈസ്റ്ററും അതുപോലെ ഗുഡ് ഫ്രൈഡേ ഒക്കെ നടത്തുക. ബിക്കോസ് കുറേ ആൾക്കാർ വരും. നിറയെ ആളായതുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ നടത്തുക.
അപ്പോൾ ഇത് പ്രദർശനം കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് അതിന് ശേഷം ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇതേപോലെ നാട്ടിൽ എങ്ങനെ നമ്മൾ സെബാസ്റ്റ്യാനോസിൻ്റെ പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്യണം. ഞങ്ങളുടെ ഇടവക പള്ളിയിലും സെബാസ്റ്റ്യാനോസിൻ്റെ പെരുന്നാൾ തന്നെയാണ് കേട്ടോ ആഘോഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഒരിക്കലും മിസ്സാവണില്ല. ഇവിടെ അതേപോലെ തന്നെ ആ പുണ്യാളൻ്റെ പേരിൽ തന്നെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.